മിഥുനം രാശിയിലെ 2.25 നക്ഷത്രം, മകീരത്തിന്റെ അരഭാഗം, തിരുവാതിര, പുണർദത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയതാണ്. 2026 മിഥുനം രാശിക്കാർക്ക് വളരെ അനുകൂലം തന്നെയാണ്. തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ പറയണം. കാരണം കർമാധിപതിയായ ഗ്രഹം ജന്മരാശിയിലും കർമാധിപതിയായ ഗ്രഹം ഉച്ചനായി 2-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതായ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ധനപരമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ പുരോഗതി ഉണ്ടാവും. പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാവും. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. വ്യക്തിത്വത്തിലും നിലപാടിലും പെരുമാറ്റത്തിലും ഒക്കെ വളരെ ആകർഷകത്വം വർദ്ധിക്കുന്നതായ ഒരു സമയം തന്നെയായിട്ട് പറയാൻ പറ്റും. സ്പൗസുമായിട്ടുള്ള മാനസിക അടുപ്പം വർദ്ധിക്കും. സ്പൗസിന് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും സാമ്പത്തികമായും പുരോഗതി ഉണ്ടാവും. കാരണം 7-ാം ഭാവാധിപതിയായ ഗ്രഹമാണ് 7-ാം ഭാവത്തെ വീക്ഷിക്കുന്നത്. 7-ാം ഭാവാധിപതിയായ ഗ്രഹം ഉച്ചനായി സഞ്ചരിക്കുന്നതായ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം സ്പൗസിനും കുട്ടികൾക്കും ഒക്കെ അനുകൂലമാണ്. കാരണം സന്താനകാരകനായ ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിനും ഒക്കെ വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ജോലിയിൽ കഠിനാധ്വാനവും ഉത്തരവാദിത്വവും ആവശ്യമാണ്. വ്യാഴത്തിന് 5-9 ഭാവങ്ങളിലോട്ടുള്ള വീക്ഷണം, വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയും കലാപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. എഴുത്ത്, സംഗീതം, നൃത്തം, വാദ്യോപകരണങ്ങൾ തുടങ്ങിയ മേഖലയിൽ വലിയ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്.